പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റ് ലേണർ ഡൈവേഴ്സിറ്റി ഇൻ സ്കൂൾസ്. ഇതിലെ ആദ്യത്തെ 2-3 ടോപ്പിക്കുകളാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. കുറച്ച് ലെങ്തി ആയതിനാൽ ഈ ടോപ്പിക്ക് 2 ഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ ഇതിൽ 10 മാർക്കിൻ്റെ എസ്സേക്കും അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതിലുപരി ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഇൻക്ലൂസീവ് സ്കൂൾ അധ്യാപകൻ എന്നുള്ള രീതിയിൽ, ഇൻക്ലൂസീവ് സ്കൂളിൻ്റെ കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഈ ടോപ്പിക്ക് നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അഫക്റ്റീവ് ഡൊമൈനിലേക്ക് ശരിയായ രീതിയിൽ നമ്മൾ ഒന്ന് ഇത് സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. കാരണം ചരിത്രപരമായും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെയുള്ള കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ചില വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലാസ് റൂമിൽ ഇവരുടെ എല്ലാവരുടെയും കുട്ടികൾ അവരുടെയൊക്കെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടികൾക്ക് അവരിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ പരമാവധി പുറത്തെടുത്ത് അവരെ മുന്നോട്ട് നയിച്ച് അവരുടെ എല്ലാവിധ ഡെവലപ്മെൻറ്റിനെയും സഹായിക്കാൻ അധ്യാപകർക്ക് സാധിക്കേണ്ടതുണ്ട്. തുല്യത എന്ന തത്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ക്ലാസ് റൂമിൽ ഇവരുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൈപ്പിടിച്ചുയർത്തേണ്ട ചുമതല അധ്യാപകർക്കുണ്ട്. അതിനനുസൃതമായിക്കൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അവർക്ക് വേണ്ട പിന്തുണ നൽകുക, സ്കഫോൾഡിങ്, അതുപോലെ അവരെ നല്ല രീതിയിൽ നല്ല മനോഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിലുള്ള അനുഭവങ്ങൾ നൽകുക. ഇങ്ങനെ ഒത്തിരി ബാധ്യതകളാണ് അധ്യാപകനിൽ അർപ്പിതമായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായൊരു അവബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. Marginalized. The term marginalization refers to individual or groups who live at the margin of society. മാർജിനലൈസേഷൻ എന്ന ഈ പദം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ഒരു സമൂഹത്തിൻ്റെ മാർജിനിൽ അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ ഒരു അരികിൽ വസിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ പറയുന്ന, അപ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിനോ പറയുന്നതാണെന്ത് മാർജിനലൈസ്ഡ് എന്നുള്ളത്. Their situations may be historical or cultural as they suspended between social classes for cultural groups without being fully integrated to it. ഇവരുടെ സിറ്റുവേഷൻസ് ഇങ്ങനെ വരാൻ കാരണം ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാവാം, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള കാരണങ്ങളാവാം. കാരണം അവരെല്ലാവരും ഈ വിഭാഗങ്ങളൊക്കെ എന്താണ്, അവർ ശരിക്കും അവർ പ്രവർത്തനരഹിതമാക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ ക്ലാസ്സുകൾക്ക് അടിയിൽ അവർക്ക് ശരിയായ ഒരു റോളില്ലാത്തൊരവസ്ഥയിലേക്കാണ് അവരെ തള്ളി നീക്കിയിട്ടുള്ളത്. അവർ പ്രത്യേക കൾച്ചർ ഗ്രൂപ്പാണെങ്കിലും മറ്റുള്ളവരുമായിട്ട് ഫുള്ളി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ ഇത്തരം വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻ കൾച്ചറൽ ആന്ത്രപ്പോളജി, മാർജിനലൈസേഷൻ ഈസ് എ മേജർ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി in which ethnic groups and their social situations are studied. നമുക്കറിയാമല്ലോ, ആന്ത്രോപോളജി, നരവംശാസ്ത്രം എന്ന ഒരു പഠനശാഖയുണ്ട്. അപ്പോൾ ഇവിടെ കൾച്ചറൽ ആന്ത്രോപോളജി, ആ കൾച്ചറിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് നരവംശ ശാസ്ത്രം പഠിക്കുന്ന ഒരു പഠനശാഖയാണ്. അപ്പോൾ അതിൽ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രധാനപ്പെട്ട മേജർ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡിയാണ്. അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് എത്നിക് ഗ്രൂപ്പ്സ്, വംശീയമായിട്ടുള്ള ഗ്രൂപ്പുകൾ, വിഭാഗങ്ങൾ, അതുപോലെ അവരുടെ സോഷ്യൽ സിറ്റുവേഷൻസ്, വിവിധ വംശങ്ങളെ അവരുടെ സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെയാണ് ഈ കൾച്ചറൽ ആന്ത്രോപോളജിയിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. It may have various forms like class,
caste, gender, community, and so on at one level, and at the other level, groups who are subjected to economic and social hardships. ഇത് രണ്ട് ലെവലിലും ഉള്ള ആളുകളുണ്ടാവും അതിനകത്ത്, മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിൽ. അപ്പോൾ വ്യത്യസ്ത വർഗം, ക്ലാസ്, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, അത് ജെൻഡർ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, ഈ വിഭാഗങ്ങളിലുള്ള വ്യത്യസ്ത ഫോംസിലുള്ള ആളുകളുണ്ടായിരിക്കാം ഒരു ലെവലിൽ. മറ്റൊരു ലെവലിലോ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഹാർഡ്ഷിപ്പിന് വിധേയമായിട്ടുള്ള, സാമ്പത്തികമോ സാമൂഹികമായിട്ടും ഒരുപാട് കഷ്ടപ്പാടുകൾക്ക്, പിന്നോക്കാവസ്ഥയ്ക്ക് വിധേയമായിട്ടുള്ള വിഭാഗങ്ങളും ഉണ്ടാവും. അപ്പം വ്യത്യസ്ത ക്ലാസ്സുകൾ, കാസ്റ്റ്, ജെൻഡർ, കമ്മ്യൂണിറ്റി, അതിൻ്റെ കൂടെ തന്നെ എന്താണ് വ്യത്യസ്തമായി സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വിഭാഗങ്ങളും ഈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്ന വിഭാഗത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സുകളെ അതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്ന മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സുകൾ. മോസ്റ്റ് വൾണറബിൾ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ഇൻ ആൾമോസ്റ്റ് എവറി സൊസൈറ്റി ആർ വിമൺ, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ചിൽഡ്രൻ. മിക്കവാറും സമൂഹങ്ങളിൽ ഏറ്റവും അധികം മാർജിനലൈസ് ചെയ്യപ്പെട്ട വിഭാഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് സ്ത്രീകൾ, രണ്ടാമത് ഡിസബിലിറ്റീസിലുള്ളവർ, വൈകല്യങ്ങൾ, വ്യത്യസ്തമായ വൈകല്യമുള്ള വിഭാഗങ്ങൾ, അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ, അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, അതുപോലെ ചിൽഡ്രൻ, കുട്ടികൾ. ഈ 5 വിഭാഗത്തിലായിട്ട് പ്രധാനപ്പെട്ട മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകളെ നമ്മൾ എന്തുണ്ട് തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്ത്രീകളെക്കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. വിമൺ. Under different economic conditions and under the influence of specific historical, cultural, legal and religious factors, marginalization is one of the manifestation of gender inequality. വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള അന്തരീക്ഷങ്ങളിൽ, അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായിട്ടും സാംസ്കാരികമായിട്ടും, അതുപോലെ ലീഗലായിട്ട് നിയമപരമായിട്ടും മതപരമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതിൻ്റെ ഇൻഫ്ലുവൻസാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ജെൻഡർ ഇനീക്വാലിറ്റി. എവിടെ ചെന്നാലും ജെൻഡർ ഇനീക്വാലിറ്റി അത് പ്രകടമാവുന്നുണ്ട്. അപ്പം ഏതൊരു എക്കണോമിക് കണ്ടീഷനിലും അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, ലീഗൽ ആൻഡ് റിലീജിയസ് ഫാക്ടേഴ്സ്, സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും നിയമപരമായിട്ടും മതപരമായിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസാൽ സ്ത്രീ വിഭാഗം ഏറ്റവും അധികം എന്താണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ജെൻഡർ ഇനീക്വാലിറ്റി വളരെ പ്രകടമാണ് എന്നർത്ഥം. ഇൻ അതർ വേർഡ്സ്, women may be excluded from certain jobs and occupations, incorporated into certain others and marginalized in others. മറ്റൊരു വാക്ക് പറഞ്ഞാൽ സ്ത്രീകൾ ചില ജോലികളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ചില ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ സമൂഹം വിധി കൽപ്പിച്ചിട്ട് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. പല സമൂഹത്തിലും ചില ജോലികൾ മാത്രം അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ചില ജോലികൾ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് ചെയ്യാവുന്നത്. ചില ജോലികളിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനൊരു വിഭാഗീയത മിക്കവാറും എല്ലാ സമൂഹത്തിലും സ്ത്രീകളോട് കാണിക്കുന്നുണ്ട്. ഇൻ ജനറൽ, they are always marginalized relatively to men in every country and culture. അവിടെ റിലേറ്റീവ്ലി എന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒരു 6 വിട്ട് പോയിട്ടുണ്ട്, പ്രിൻറ്റിങ് മിസ്റ്റേക്ക്. പൊതുവായി പറഞ്ഞാൽ സ്ത്രീകളെ പുരുഷന്മാരെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നത്, എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും. വിമൻ ബിലോങ്ങിങ് ടു ലോവർ ക്ലാസസ്, ലോവർ കാസ്റ്റ്, ഇല്ലിറ്ററേറ്റ് ആൻഡ് ദ പൂറസ്റ്റ് റീജിയൻ ഹാവ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാർജിനലൈസേഷൻ ദാൻ ദെയർ ബെറ്റർ കൗണ്ടർ പാർട്സ് ആണ്. ഓഫ് അവിടെ ആവശ്യമില്ല. സ്ത്രീകളിൽ തന്നെ ലോവർ ക്ലാസ്സിൽപ്പെട്ട വിഭാഗം, അതുപോലെ ലോവർ കാസ്റ്റുകളിൽപ്പെട്ട വിഭാഗം,
താഴ്ന്ന വർഗ്ഗങ്ങളിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വിഭാഗങ്ങൾ, നിരക്ഷരരായിട്ടുള്ള വിഭാഗം, അതുപോലെ തന്നെ ഏറ്റവും പോറസ്റ്റ് റീജിയനിലുള്ള വിഭാഗം, ഏറ്റവും പാവപ്പെട്ടവർ, ദരിദ്രർ, അധിവസിക്കുന്ന വിഭാഗങ്ങളിൽ സ്ഥലങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾ, അവർക്ക് വ്യത്യസ്ത തലത്തിലുള്ള മാർജിനലൈസേഷൻ ഉണ്ട്. ഇത് അവരുടെ മറ്റ് കൗണ്ടർ പാർട്സിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പം, മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ 4 വിഭാഗങ്ങളിലുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള തലത്തിലുള്ള മാർജിനലൈസേഷൻ അവർ അനുഭവിക്കുന്നുണ്ട് കൂടുതലായിട്ട്. ഇതാണ് സ്ത്രീകളെ എങ്ങനെ സമൂഹത്തിൽ മാർജിനലൈസ് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ എന്ന് പറയുന്നത്. മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ജെൻഡർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, വൈകല്യമുള്ള ആളുകൾ, രണ്ടാമത്തെ വിഭാഗമാണ്. നമുക്കറിയാം പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, അതിൻ്റെ ചരിത്രമൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂൾ എന്നുള്ളതിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഡിസബിലിറ്റീസുള്ള ആളുകളോട് സമൂഹത്തിന് പുരാതന കാലത്തുണ്ടായിരുന്ന മനോഭാവം എന്താണെന്ന്. അവർ ജീവിക്കാൻ കൊള്ളാത്തവരായിട്ട്, സമൂഹത്തിനൊന്നിനും കൊള്ളാത്തവരായിട്ട് പരിഗണിച്ചുകൊണ്ട് അവരെ കൊലക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ കാഴ്ചവസ്തുക്കളായിട്ടും കോമാളികളായിട്ടൊക്കെ രാജകൊട്ടാരങ്ങളിലും പ്രഭുക്കളുടെയൊക്കെ കൊട്ടാരങ്ങളിലൊക്കെ അവരെ പ്രദർശിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാലക്രമേണയാണ് നമ്മുടെ ഫിലാന്ത്രോപ്പിസ്റ്റുകൾ, സന്നദ്ധ സേവന പ്രവർത്തകർ ഇവരെ സംരക്ഷിക്കാനുള്ള അഭയകേന്ദ്രങ്ങളുണ്ടാക്കി. പിന്നെ അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കാൻ തുടങ്ങി. പിന്നീട് ഡിസബിലിറ്റിയുള്ള പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി പ്രത്യേക സ്ഥാപനങ്ങൾ തുടങ്ങി. അങ്ങനെ സ്പെഷ്യൽ എഡ്യൂക്കേഷന് വന്നു. അതിനുശേഷം നോർമലൈസേഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് വന്നു. പിന്നെ ഇൻക്ലൂഷൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നുണ്ട്. അപ്പം ഡിസബിലിറ്റി എത്രമാത്രം ആളുകളിൽ നിന്ന് ഒറ്റപ്പെടാൻ സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ദ സ്റ്റിഗ്മാറ്റൈസേഷൻ ഓഫ് ഡിസബിലിറ്റി റിസൾട്ടഡ് ഇൻ ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് മാർജിനേഷൻ ഓഫ് ജനറേഷൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ലൈക്ക് മെനി അതർ ഒപ്രസ്ഡ് മൈനോറിറ്റീസ്. മറ്റ് പല അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെപ്പോലെ സമൂഹത്തിലുള്ള ഈ ഒറ്റപ്പെടൽ, ഡിസബിലിറ്റി ഉള്ള ആളുകൾ, അത് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പാർശ്വവൽക്കരണത്തിന് പാർശ്വവൽക്കരണത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ സമൂഹത്തിലുള്ള ഈ ഒറ്റപ്പെടലുകൾ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി, ഈ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പാർശ്വവൽക്കരണത്തിന് ഒരുപാട് കാരണമായിട്ടുണ്ട്. ദിസ് ഹാസ് ലെഫ്റ്റ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഇൻ സിവിയർ സ്റ്റേറ്റ് ഓഫ് ഇംപവർഷ്മെൻറ്റ് ഫോർ സെഞ്ച്വറീസ്. ഈ ഒരവസ്ഥ, ഈ വൈകല്യമുള്ള ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ വളരെ സിവിയറായിട്ടുള്ള ഒരു അവസ്ഥയിൽ കഴിഞ്ഞുകൂടാൻ അവരെ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് അവരെ തള്ളിവിടാൻ പ്രേരകമായിട്ടുണ്ട്. ദ പ്രൊപ്പോർഷൻ ഓഫ് ഡിസേബിൾഡ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് അബൌട്ട് 21.9 മില്യൺ. ഇന്ത്യയിലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 21.9 ദശലക്ഷമാണ്. ഇന്ത്യയിലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ പോപ്പുലേഷൻ. Now the percentage of disabled population to the total population is about 2.13%. നമ്മുടെ ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ്റെ 2.13% എന്താണ് ഡിസേബിൾഡ് പേഴ്സൺസ് ഉണ്ട് എന്നുള്ള നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 2.13% ഡിസേബിൾഡ് ആയിട്ടുള്ള വൈകല്യമുള്ള ആളുകളാണ്.
The disabled face various types of barriers while seeking access to health and health services. ആരോഗ്യ സുരക്ഷാ സേവന സൗകര്യങ്ങൾ അതിനുള്ള ആക്സസ് വളരെ കുറവാണ് ഇവർക്ക്. അവരൊരുപാട് തടസ്സങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്നുണ്ട്. മതിയായ ആരോഗ്യ സുരക്ഷ അവർക്ക് ലഭിക്കുന്നില്ല, ആരോഗ്യ സേവനം അവർക്ക് ശരിക്കും ലഭിക്കുന്നില്ല. ഡിസേബിൾഡ് വിമൺ, ചിൽഡ്രൻ ആൻഡ് ഏജ് ആർ മോർ വൾണറബിൾ ആൻഡ് നീഡ് അറ്റൻഷൻ. ഇതിൽ തന്നെ ഏറ്റവും അധികം ഗുരുതരമായ അവസ്ഥയിൽ മാർജിനലൈസേഷൻ അനുഭവപ്പെടുന്നത് ഏറ്റവും അധികം അറ്റൻഷൻ ആവശ്യമുള്ള വിഭാഗമാണത് ഡിസേബിൾഡ് വിമൺ, ചിൽഡ്രൻ ആൻഡ് ഏജ്. വൈകല്യമുള്ള സ്ത്രീകൾ, വൈകല്യമുള്ള കുട്ടികൾ, വൈകല്യമുള്ളവരിൽ തന്നെയുള്ള പ്രായാധിക്യമുള്ള ആളുകൾ. അപ്പോൾ ഈ 3 വിഭാഗക്കാരും വൈകല്യമുള്ള കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ, മാർജിനലൈസേഷൻ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമാണ്. ഇതാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതായത് ദലിറ്റ്സ്, അവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. The caste system is a strict hierarchical social system and based on underlying notions of purity and pollution. നമുക്കറിയാമല്ലോ, ഈ കാസ്റ്റ് സിസ്റ്റം, ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു കൃത്യമായൊരു സാമൂഹ്യ സിസ്റ്റത്തിൻ്റെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണിത് അത് രൂപപ്പെട്ടു വന്നത്. അതിൻ്റെ ഒരു തത്വം, ഉള്ളിലുള്ള ഒരു നോഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. പരിശുദ്ധിയുള്ളവർ, പരിശുദ്ധി ഇല്ലാത്തവർ, അതായത് അയിത്തം കൽപ്പിക്കപ്പെട്ടവർ എന്ന ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ജാതിപരമായുള്ള ഒരു ഹൈറാർക്കി കാസ്റ്റ് സിസ്റ്റം വന്നത്. നമുക്കറിയാം, ആര്യന്മാരുടെ വരവോട് കൂടി BC 1500 ആര്യന്മാരുടെ വരവോട് കൂടിയാണ് ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം രൂപപ്പെട്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. Brahmins are on the top of the hierarchy and Shudras constitute the bottom of the hierarchy in the caste system. ഈ ഹൈറാർക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഏറ്റവും മുകളിലുള്ളതാണ് ബ്രാഹ്മിൻസ്, ഏറ്റവും താഴെ എന്നത് ശൂദ്രാസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജാതി സിസ്റ്റത്തെ കുറിച്ചൊക്കെ. ദലിറ്റ്സ് വെയർ കൺസിഡേർഡ് ആസ് ഔട്ട്കാസ്റ്റ്. എന്നാൽ ദളിതർ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റുകൾ ഔട്ട്കാസ്റ്റുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ജാതിയില്ലാത്തവർ, ഈ 4 ജാതിയിലും പെടാത്തവർ. ഇപ്പോൾ ബ്രാഹ്മിൻസ്, ക്ഷത്രിയർ, വൈശ്യർ, അതുപോലെ തന്നെ ശൂദ്രാസ്, ഇതാണ് 4 ജാതി. ഈ 4 ജാതിയിലും ഉൾപ്പെടാത്ത ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? ദലിറ്റ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ശരിക്കും ജാതി ഇല്ല, അവർ 4 ജാതിയിൽ ഉൾപ്പെടാത്ത ആളുകളാണ്. The marginalization of Dalits influences all spheres of their life, violating basic human rights such as civil, political, social, economic and cultural rights. ദളിതുകളുടെ പാർശ്വവൽക്കരണം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. എന്തിനൊക്കെ? വയലേറ്റിംഗ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, അവരുടെ അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ സച്ച് ആസ് സിവിൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. സിവിൽ റൈറ്റുകൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്, പൊളിറ്റിക്കൽ റൈറ്റ്സുകൾ, സോഷ്യൽ റൈറ്റുകൾ, ഇക്കണോമിക് റൈറ്റ്സുകൾ, അതുപോലെ കൾച്ചറൽ റൈറ്റ്സുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ മാർജിനലൈസേഷൻ. അപ്പോൾ ശരിയായ രീതിയിൽ ഭരണനിർവഹണത്തിൽ, രാഷ്ട്രീയത്തിൽ, സമൂഹത്തിലെ മറ്റ് മേഖലകളിലെ, സാമ്പത്തിക മേഖലയിലെ, അതുപോലെ സാംസ്കാരിക മേഖലയിലൊന്നും ഇവർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. ഇവർ വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. That does not refer to a caste but suggests a group who are in a state of oppression, social disability and who are helpless and poor. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ദലിറ്റ്സ് എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് അല്ല, പിന്നെന്താണ്? ഒരു ഗ്രൂപ്പാണ്. ഹു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഒപ്രഷൻ, ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ട ഒരു അവസ്ഥയിലുള്ള ഒരു ഗ്രൂപ്പാണ് ദലിതുകൾ എന്ന് പറയുന്നത്, ഒരു കാസ്റ്റ് അല്ല. അതുപോലെ തന്നെ സോഷ്യൽ ഡിസേബിലിറ്റി, സാമൂഹികമായി വൈകല്യമുള്ളവർ. ആൻഡ് ഹു ആർ ഹെൽപ്ലെസ്, നിസ്സഹായരായിട്ടുള്ള ആളുകൾ. ആൻഡ് പുവർ, പാവങ്ങൾ, ദരിദ്രം. അപ്പോൾ ദരിദ്രരും നിസ്സഹായരും സാമൂഹികമായ ഡിസബിലിറ്റി ഉള്ളവരും
അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമാണ് ആര്? ദലിത്സ് എന്ന് പറയുന്നത്. ലിറ്ററസി റേറ്റ്സ് ഓഫ് ദലിത്സ് ആർ വെരി ലോ. ദലിതുകളുടെ ലിറ്റററി റേറ്റ്സ്, അതായത് സാക്ഷരതാ ശതമാനം വളരെ കുറവാണ്. They have meager purchasing power and have poor housing conditions, as well as have no access to resources and entitlements. വളരെ കുറഞ്ഞ പർച്ചേസിങ് പവറേ അവർക്കുള്ളൂ. വളരെ കുറഞ്ഞ പർച്ചേസിങ് പവറേ ഉള്ളൂ. കാരണം മതിയായ തൊഴിലുണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല. ആൻഡ് ഹാവ് പൂർ ഹൗസിങ് കണ്ടീഷൻസ്. അവരുടെയൊക്കെ ഹൗസിങ് കണ്ടീഷൻസ്, പാർപ്പിട സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പൂറാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തില്ല? അധികാര അവകാശങ്ങളിൽ, അതുപോലെ തന്നെ മറ്റു വിഭവങ്ങളിലൊന്നും എന്തില്ല? They have no access to resources and entitlements. സമൂഹത്തിൻ്റെ വിഭവങ്ങളിലും അധികാര അവകാശങ്ങളിലൊന്നും അവർക്ക് യാതൊരു തര ആക്സസ്സും ഇല്ല. അവിടെ നിന്ന് അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ അധികാരാവകാശങ്ങളും വിഭവങ്ങളൊക്കെ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം, സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് ദീസ് ഗ്രൂപ്പ്സ് ടേക്സ് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ ആൻഡ് കൾച്ചറൽ അബ്യൂസ് വിച്ച് റിസീവ്സ് ലെജിറ്റിമസി ഫ്രം ദ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ദ സോഷ്യൽ സിസ്റ്റം. ഈ നമ്മുടെ ഈ സാമൂഹ്യ ഘടനയിൽ, സാമൂഹ്യ സമ്പ്രദായത്തിൽ ഇവർ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക്രിമിനേഷന് സെക്ഷൽ ഡിസ്ക്രിമിനേഷന് വിധേയമാകുന്നുണ്ട്. ഏതെല്ലാം തരത്തിൽ? ശാരീരികമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, സെക്ഷൽ അബ്യൂസ്, അതുപോലെ സൈക്കോളജിക്കൽ, മനഃശാസ്ത്രപരമായിട്ട്, ജാതീയമായിട്ടൊക്കെ അധിക്ഷേപിക്കുക, ഉയർന്ന അവരെ ജാതീയമായിട്ട് അധിക്ഷേപിക്കുക, അങ്ങനെ സൈക്കോളജിക്കലായിട്ട്, അതുപോലെ തന്നെ ഇമോഷണലായിട്ട്, വൈകാരികമായിട്ടും ഒരുപാട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ അബ്യൂസ്, സാംസ്കാരികമായിട്ട് ഒക്കെ അവർ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ഈ സമൂഹത്തിൽ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എന്തുണ്ട്? ജാതീയമായൊരു സമൂഹത്തിൽ അവർക്കൊരു ആ സോഷ്യൽ സ്ട്രക്ചറിൽ അവർക്ക് ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഈ ജാതി സമ്പ്രദായത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവർക്ക് അധികാരാവകാശങ്ങളുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് ഇവരോടുള്ള ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത്. ഫിസിക്കലായിട്ട്, സൈക്കോളജിക്കൽ, ഇമോഷണലായിട്ട് ആൻഡ് കൾച്ചറലായിട്ട്. Physical segregation of their settlements is common in the villages, causing them to live in the most unhygienic and uninhabitable conditions. Uninhabitable conditions. Physical segregation of their settlements. അവരുടെ താമസ സ്ഥലങ്ങൾ ഫിസിക്കലായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഈസ് കോമൺ ഇൻ ദ വില്ലേജസ്. മിക്കവാറും ഗ്രാമങ്ങളിൽ ചെന്ന് നമുക്ക് കാണാം ഇവർക്ക് പ്രത്യേകം ഒരു കോളനി പോലെയുള്ള ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ടാകും. ദളിതുകൾക്ക് സമൂഹത്തിലെ മുഖ്യധാര വിഭാഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അവരൊരു അർഗവൽക്കരിക്കപ്പെട്ട രീതിയിൽ ഏതെങ്കിലും ഒരു ചതുപ്പ് നിലത്തോ അല്ലെങ്കിൽ ചേരികളിലൊക്കെ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേറ്റ് ചെയ്യാണ്. ഇത് എന്തിലേക്ക് നയിക്കുന്നു? ഫോഴ്സിങ് ദം ടു ലിവ് ഇൻ ദ മോസ്റ്റ് അൺഹൈജീനിക് ആൻഡ് അൺഇൻഹാബിറ്റബിൾ കണ്ടീഷൻസ്. വളരെയധികം അൺഹൈജീനിക്കും അൺഇൻഹാബിറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസും, ആരോഗ്യപരമായിട്ട് വളരെ മോശം കണ്ടീഷൻ, അതുപോലെ താമസയോഗ്യമല്ലാത്ത കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ഇവരെ നയിക്കുന്നു. ഇവിടെ അൺഇൻഹാബിറ്റബിൾ എന്ന് ജസ്റ്റ് ഒന്ന് തിരുത്തണം. ആൻഡ് ഇൻഹാബിറ്റബിൾ കണ്ടീഷൻസ് എന്നുള്ളത് ആൻഡ് അൺഇൻഹാബിറ്റബിൾ കണ്ടീഷൻസ്, വാസയോഗ്യമല്ലാത്ത. All these factors affect their health status, access to health care and quality of life. ഈ ഘടകങ്ങളെല്ലാം തന്നെ അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നു, ഹെൽത്ത് സ്റ്റാറ്റസിനെ ബാധിക്കുന്നു, അവരുടെ ആരോഗ്യപരമായ അവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യപരമായി അവർക്ക് കിട്ടേണ്ട വൈദ്യസഹായങ്ങൾ, ഹെൽത്ത് കെയർ, അതുപോലെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഗുണനിലവാരം, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ അധികം അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൂടി. There are high rates of malnutrition reported among the marginalized groups, resulting in mortality, morbidity and anemia. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് വളരെയധികം ഉയർന്ന തലത്തിലുള്ള മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ദളിതുകളുടെ ഇടയിൽ, ഈ മാർജിനൈസ്ഡ് ഗ്രൂപ്പ്സിൽ. അതെന്തിന് കാരണമാകുന്നു?
റിസൾട്ടിങ് ഇൻ മോർട്ടാലിറ്റി, ഉയർന്ന മരണനിരക്കിലേക്ക് കാരണമാവുന്നു, മോർബിഡിറ്റി, രോഗാവസ്ഥയ്ക്ക് കാരണമാവുന്നു, ആൻഡ് അനീമിയ, ഈ രക്തക്കുറവ് മൂലമുള്ള വിളർച്ചാ രോഗങ്ങൾക്ക് കാരണമാകും. അപ്പം ഉയർന്ന മരണനിരക്കിലേക്കും രോഗാവസ്ഥയിലേക്കും വിളർച്ചാ രോഗത്തിലേക്ക് അവരൊക്കെ തള്ളിവിടുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ മാൽന്യൂട്രിഷൻ, പോഷകാഹാരക്കുറവ് അവരെ എത്തിക്കുന്നുണ്ട്. കാസ്റ്റ് ബേസ്ഡ് മോഡുലേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് ഹ്യൂമൻ റൈറ്റ്സ് issued in the world today, adversely affecting more than 260 million people, mostly residing in India. ലോകത്ത് 260 ദശലക്ഷം ആളുകൾ അവരെ അഡ്വൈസറി വളരെ മോശമായിട്ട് വളരെ പ്രതികൂലമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ കാസ്റ്റ് ബേസ്ഡ് മാർജിനൈസേഷൻ. എസ്പെഷ്യലി അത് കൂടുതലായിട്ടും മോസ്റ്റ്ലി റിസൈഡ് ഇൻ ഇന്ത്യ, അവരിൽ കൂടുതലും ആളുകൾ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ കാസ്റ്റ് ബേസ്ഡ് മാർജിനൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആണ് ലോകത്ത്. ഏതാണ്ട് 260 മില്യൺ ജനങ്ങൾ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻ അനുഭവിക്കുന്നുണ്ട്. അതിൽ തന്നെ ഭൂരിഭാഗവും ഇന്ത്യയിലാണ്. കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എൻറ്റെയിൽസ്, ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഡിസ്ക്രിമിനേഷൻ വേർതിരിവ് ഇതിലേക്കൊക്കെ നയിക്കുന്നു. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് എക്സ്ക്ലൂഷൻ, സാമൂഹ്യമായും സാമ്പത്തികമായിട്ടുള്ള എക്സ്ക്ലൂഷൻ, പുറന്തള്ളപ്പെടൽ, അവരെ ഉൾക്കൊള്ളിക്കാതിരിക്കൽ. സെഗ്രിഗേഷൻ ഇൻ ഹൗസിങ്, അവരുടെ താമസ പാർപ്പിട സൗകര്യങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യുക, ഇത് വേർതിരിക്കപ്പെടുന്നതിൽ വാസസ്ഥലങ്ങൾ വേർതിരിക്കപ്പെടുക. ഡിനയൽ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓഫ് ആക്സസ് ടു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, സ്വകാര്യ സേവന മേഖലയിലും അതുപോലെ തന്നെ പൊതു സേവന മേഖലകളിലും മറ്റു തൊഴിൽ അവസരങ്ങളിലൊക്കെ അവർക്ക് ഒന്നുകിൽ അത് നിഷേധിക്കപ്പെടുക അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുക. അപ്പോൾ സ്വകാര്യ സേവന രംഗങ്ങളിലും അതുപോലെ തന്നെ പൊതുമേഖലാ സേവന രംഗങ്ങളിലൊന്നും അവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കാതിരിക്കുക, അവർക്ക് അത് അവസരങ്ങൾ നിഷേധിക്കുക അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെർട്ടൺ ടൈപ്സ് ഓഫ് ജോബ്സ് ഓൺ ദലിറ്റ്സ്, ദലിതുകൾക്ക് പ്രത്യേക ചില ജോലികൾ അവർ ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണെന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം. നമുക്കറിയാമല്ലോ, അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഒരുപാട് ദലിതുകൾ പല നമ്മൾ ചെയ്യാത്ത പല ജോലികൾ അവർ ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ഈ തോട്ടിപ്പണിക്ക് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ ഈ ദലിതുകൾക്കുള്ളതാണെന്നുള്ള രീതിയിൽ വരുത്തി തീർത്തിട്ടുള്ള ഒരു സമീപനം. ഇങ്ങനെ ഈ പറയുന്ന 4 കാര്യങ്ങളിലേക്ക് നയിക്കും കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. അതിൻ്റെ റിസൾട്ടിങ് ഇൻ എ സിസ്റ്റം ഓഫ് മോഡേൺ ഡേ സ്ലേവറി ഓർ ബോർഡർ ലേബർ, ഒരു തരം മോഡേൺ സ്ലേവറി, ആധുനികമായിട്ടുള്ള ഒരു അടിമ സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ ബോർഡർ ലേബറിലേക്ക് ഈ സിസ്റ്റം ഇവരെ നയിക്കും. അപ്പോൾ ശരിക്കും ഒരു പുതിയ അടിമത്ത രീതിയാണ് ഈ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. ഇത്രയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് അതുപോലെ ചിൽഡ്രൻ, ഈ 2 വിഭാഗത്തിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നോട്ട്സുകളൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് സ്വാംശീകരിക്കുക, നല്ല അധ്യാപകരായിട്ട് മാറുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.